ഹായ് മക്കളെ, എല്ലാവർക്കും കെമിസ്ട്രിയുടെ സൈലത്തിന്റെ ഈ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്, വാതക നിയമങ്ങളും മോൾ സങ്കല്പനം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ചാപ്റ്റർ ആണ്. അപ്പൊ സാധാരണയായിട്ട് നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യാനുള്ള കുറച്ച് കണക്കുകളൊക്കെ ഇതിനകത്ത് നമുക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ മക്കൾ എന്ത് ചെയ്യണം, വളരെ 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 എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ എന്തൊക്കെയാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്ന രസങ്ങൾ എന്ന് നമ്മൾ പഠിച്ചെടുക്കാൻ പോവുകയാണ്. സോ ചാപ്റ്ററിന്റെ പേര് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. ഒരു പക്ഷെ നമ്മള് ആദ്യം ഇപ്പോ 8th ലും 9th ലും ഒന്നും കേൾക്കാത്ത രണ്ട് മൂന്ന് കൺസെപ്റ്റുകൾ വരുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾ എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ടാവും, വാതകങ്ങൾ അല്ലെങ്കിൽ ഗ്യാസുകൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്നാൽ മോൾ കൺസെപ്റ്റ് അല്ലെങ്കിൽ മോൾ സങ്കല്പനം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടേം നിങ്ങൾ ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, വഴിയെ നമുക്ക് പഠിച്ചെടുക്കാം. രണ്ട് കാര്യങ്ങളാണ് മക്കൾക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. രണ്ട് കാര്യങ്ങൾ. ഒന്നാമതായിട്ട് കുറച്ച് ഗ്യാസ് ലോസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അഥവാ വാതക നിയമങ്ങൾ നമുക്ക് ആദ്യഘട്ടത്തിൽ നമ്മൾ പഠിക്കും. അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് മോൾ കൺസെപ്റ്റ് അല്ലെങ്കിൽ മോൾ സങ്കല്പനത്തെ കുറിച്ചാണ്. ഇങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ടാണ് ഈ ചാപ്റ്റർ പരന്നു കിടക്കുന്നത്. അപ്പോ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഷോർട്ട് കട്ടോട് കൂടി ട്രിക്കി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ആദ്യ സെഷനിലേക്ക് നമ്മൾ പോവുകയാണ്. 3 നിയമങ്ങളാണ് മക്കൾക്ക് പഠിക്കാനുള്ളത്. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം, ഈ 3 നിയമങ്ങളാണ് മക്കൾക്ക് പഠിക്കാനുള്ളത്. ഇത് പഠിക്കുന്നതിന് മുമ്പേ നമ്മള് ഈ 3 നിയമങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് 3 ഫാക്ടറിനെ വെച്ചിട്ടാണ്. മറന്നു പോരുതേ. ഒന്നാമതായിട്ട് വോളിയം ഉണ്ട്, അതേപോലെ തന്നെ പ്രഷറിനെ ബേസ് ചെയ്തിട്ട് ഇതിന്റെ അകത്ത് ഉണ്ട്, അതേപോലെ തന്നെ ടെമ്പറേച്ചർ. ഈ 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ 3 നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അതിന്റെ മലയാളം നമുക്ക് എഴുതണ്ടേ, പിടിച്ചോളൂ. വോളിയം എന്ന് പറയുമ്പോ വ്യാപ്തമാണ്, വ്യാപ്തം. ഓക്കെ, പ്രഷർ എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെട്ടുന്നത് മർദ്ദമാണ്, മർദ്ദം. ഓക്കെ, ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം താപനില അല്ലെങ്കിൽ ഊഷ്മാവ്. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ 3 നിയമങ്ങളും ഉണ്ടാക്കിയത് എന്നുള്ള സത്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി വോളിയം എന്ന് പറഞ്ഞിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ഏതാണ് മക്കളെ, മറന്നു പോരുത്. വി എന്ന ലെറ്റർ ആണ് വോളിയത്തിനെ നമ്മൾ സൂചിപ്പിക്കുന്നത്. അഥവാ വ്യാപ്തത്തിനെ സൂചിപ്പിക്കാൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിക്കുന്ന പദമാണ് ഏത്, വി. അങ്ങനെയാണെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ മർദ്ദത്തിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് പി ആയിരിക്കും, ടെമ്പറേച്ചറിന് ഉപയോഗിക്കുന്നത് ടി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ 3 നിയമങ്ങളും ഉണ്ടാക്കിയത് എന്നുള്ള സത്യം മറന്നു പോരുത്. റെഡിയാണല്ലോ മക്കളെ, റെഡിയാണല്ലോ. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. വ്യാപ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സൈസ് ആണ്, വലിപ്പമാണ് നിങ്ങളെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഇപ്പൊ ഞാൻ കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് പറയും, അവിടെ വോളിയം കൂടുതലാണ്, ഇവിടെ വോളിയം കുറവാണ്, അവിടെ വ്യാപ്തം കൂടുതലാണ്, ഇവിടെ വ്യാപ്തം കുറവാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടതാണ് സൈസ്, വലിപ്പമാണ്. ഓക്കെ, ഇനി മർദ്ദം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഒരു ബലമാണ്, ഫോഴ്സ് ആണ്. ഇപ്പൊ ഞാൻ അവിടെ ഒരു പ്രഷർ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ട സാധനമാണ് ഇത്, അവിടേക്ക് എന്ത് ഓർമ്മ വരണം, ബലം പ്രയോഗിക്കുന്നതാണ്. ക്ലിയർ. ഇനി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്മാത്രകളുടെ സഞ്ചാരമാണ്, മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ആണ് നമ്മളെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഇപ്പൊ ടെമ്പറേച്ചർ കൂടുതലാണ് എന്ന് പറയുമ്പോൾ തന്മാത്രയുടെ സഞ്ചാരം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് കൂടുതലായിരിക്കും എന്നൊക്കെ നമുക്ക് പറയാം. ക്ലിയർ. അപ്പൊ നമ്മൾ ആദ്യത്തെ ആളെ നമ്മൾ പഠിക്കാൻ പോവാണ്, ബോയിൽസ് ലോ. ഓക്കെ, ഇപ്പൊ ബോയിൽസ് ലോ എന്ന് പറയുമ്പോ ഞാൻ ഇവിടെ എഴുതാൻ പോവാണ് മക്കളെ, ബോയിൽസ് ലോ അഥവാ ബോയിൽ നിയമമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബോയിൽ നിയമം മക്കളെ, ഇതിൽ 2 കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. 2 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ബോയിൽ നിയമം എന്ന് പറയുമ്പോൾ ഇതിന്റെ അകത്ത് കോൺസ്റ്റന്റ് ആര് എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ. മക്കളെ പഠിച്ചു വെച്ചോളും, ബോയിൽ നിയമത്തിൽ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് ടെമ്പറേച്ചർ ആണ്. ആരാണ് മക്കളെ,
ബോയിൽ നിയമത്തില് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് ടെമ്പറേച്ചർ ആണ്. ഇനി എന്റെ മക്കൾ എന്ത് ചെയ്യുന്നറിയോ, ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ടെമ്പറേച്ചർ അവിടെ ഒത്തിപ്പിടിക്കുക. ഇനി ആരൊക്കെ ഉള്ളത്? വോളിയവും പ്രഷറും അല്ലേ? അതാണ് കേട്ടോ. അപ്പൊ എന്തായിരിക്കും അറിയോ, വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പി. മറന്നു പോകരുത്. എന്താ ഇപ്പൊ പറഞ്ഞത് സാറേ? അതായത് വോളിയത്തിന് വിപരീത അനുപാതത്തിലാണ് പ്രഷർ അഥവാ വ്യാപ്തം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു, വ്യാപ്തം കുറയുമ്പോൾ മർദ്ദം കൂടുന്നു. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നതിനെ, അല്ലെങ്കിൽ ഒന്ന് കുറയുമ്പോൾ മറ്റേത് കൂടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവേഴ്സ്ലി എന്ന് പറയുന്നത്. ഇൻവേഴ്സ്ലി അല്ലെങ്കിൽ വിപരീതാനുപാതം എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത് എന്റെ മക്കൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. നമുക്ക് 3 നിയമം പഠിക്കാനുണ്ടെങ്കിലും അതിൽ ഒറ്റൊന്ന് മാത്രമാണ് ഇൻവേഴ്സ്ലി ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള 2 എണ്ണവും എന്താണ്? ഡയറക്റ്റ്ലി ആണ്, നേർ അനുപാതത്തിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ ഇത് മനസ്സിലാക്കാൻ കുറച്ചുകൂടി നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾ ഇങ്ങനെയാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. നമ്മളൊരു അക്വേറിയം എടുക്കുന്നു, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അക്വേറിയം എടുക്കുന്നു. ആ അക്വേറിയത്തിന് അത് വെള്ളമുണ്ട് അല്ലെ? വെള്ളമുണ്ട്, വാട്ടർ. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് ഒരു മീനുണ്ട് എന്ന് വിചാരിക്കുക. മീനാണത്, എലി അല്ല. ഈ മീന് എയർ ബബിൾ ഇട്ടു അല്ലെ? എയർ ബബിളിന്റെ സൈസ് നമ്മൾ ഇവിടെ നോക്കി മക്കളെ. സൈസ് ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഈ വെള്ളത്തിന്റെ മുകൾ ഭാഗത്താണ് സൈസ് ഏറ്റവും കുറവ്. എയർ ബബിളിന്റെ സൈസ് കുറവ് അടിയിലാണ്. എന്തുകൊണ്ടാണ് ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് എന്താണ്? ബോയിൽസ് ലോ കടന്നു വരണം അല്ലെ? ബോയിൽസ് ലോ എന്താ പറയുന്നത് മക്കളെ? ഈ വെള്ളത്തിന്റെ അടിയിൽ ഭയങ്കര പ്രഷർ ആയിരിക്കും, പ്രഷർ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും, അഥവാ മർദ്ദം കൂടുതലാണ് അല്ലെ? മർദ്ദം 2 ഭാഗത്തു നിന്നും മർദ്ദം കൊണ്ട് വരുമ്പോ ഇതിന്റെ വോളിയം അങ്ങോട്ട് കുറയും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മർദ്ദം കൂടുമ്പോ വോളിയം കുറയും അല്ലെ? അഥവാ പ്രഷർ കൂടുമ്പോ അതിന്റെ വോളിയം കുറയാണ്, ഒന്ന് കൂടുമ്പോ മറ്റേ കുറയാണല്ലോ, അതാണല്ലോ കണ്ടീഷൻ. ഇനി വെള്ളത്തിന്റെ മുകൾ ഭാഗത്ത് എന്താണ് മക്കളെ? പ്രഷർ കുറവാണ് അഥവാ മർദ്ദം കുറവാണ്. അപ്പൊ എന്ത് ചെയ്യും? വോളിയം കൂടും അല്ലെ? സിമ്പിൾ അല്ലേ? അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ നിൽക്കാൻ വിചാരിക്കും, എന്റെ വോളിയം വ്യാപ്തതാണ്. ഓക്കെ, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് 2 ആനകൾ കുത്താൻ വന്ന് എന്റെ വ്യാപ്തം ഇങ്ങനെ കൂടി വരിക. അവരും കൂടെ മർദ്ദം പ്രയോഗിക്കുമ്പോ എന്റെ വ്യാപ്തം എന്ത് ചെയ്യും? ഒടിഞ്ഞെല്ലാം കൂടി പരിപ്പോടെ പോയി ആവൂലേ? ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾസ് ആയിട്ട് ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. മക്കൾ നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ, അപ്പൊ ബോയിൽസ് ലോ നമ്മൾ പഠിച്ചു. ഇനി ഞാൻ ഇവിടെ ഒരു മാത്തമാറ്റിക്സ് ചെയ്യാൻ പോണേ, ശ്രദ്ധിച്ചോളാം മക്കളെ. ഈ പീനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ പി വി, ഓക്കെ, പി വി സമം കോൺസ്റ്റന്റ് ആയിരിക്കും. പി വി സമം എന്താ മക്കളെ? കോൺസ്റ്റന്റ് ആയിരിക്കും, അഥവാ പി വി സമം സ്ഥിര സംഖ്യ ആയിരിക്കും. മറന്നു പോരുതേ. ഓക്കെ, ഒന്നുമില്ല, നമ്മളിപ്പോ ചെയ്തെന്താ? ഈ പീനെടുത്ത് വീനെടുത്തേ കൊണ്ടുപോയി. എന്നിട്ട് ഈ ചുരുട്ടിക്കൂട്ടിയ സാധനം കണ്ടോ? ഈ ചുരുട്ടിക്കൂട്ടിയ സാധനത്തിനെ നമ്മൾ സമമാക്കി. മനസ്സിലാക്കുക, ആ ചുരുട്ടിക്കൂട്ടിയ സാധനത്തിനെ സമമാക്കുന്ന സമയത്ത് ഉടനെ നമ്മൾ വൈകാതെ അതിന്റെ തൊട്ടുപുറത്ത് എന്തിട്ടോളാം? കോൺസ്റ്റന്റ് എന്ന് എഴുതിക്കോളാം. ഓക്കെ, അഥവാ സ്ഥിരസംഖ്യ. അപ്പൊ ഇത് മക്കൾ മറന്നു പോരുത്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ടാവും. റെഡി? അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഈ എഴുതി വെച്ചത് മാത്രമാണ് എന്ത്? ബോയിൽസ് ലോ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഞാൻ അതിന്റെ ഡെഫിനിഷൻ ഞാനൊന്ന് പറയാം. ഡെഫിനിഷൻ അങ്ങനെ ചോദിക്കാറില്ല, എന്നാൽ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇത്രയേ ഉള്ളൂ. അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഇനി മലയാളം. സ്ഥിരമായ ഊഷ്മാവിൽ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. മറന്നുപോരുതേ, വിപരീതാനുപാതത്തിലായിരിക്കും. ദിസ് ഈസ് ബോയിൽസ് ലോ. പിന്നെ അതിന്റെ എന്താണ് എക്സാമ്പിൾസുകൾ കേട്ടോ. അതായത് അക്വേറിയത്തിന്റെ അകത്തുനിന്ന് മുകളിലേക്ക് പോകുന്നതോറും എയർ ബബിൾസിന്റെ സൈസ് കൂടുന്നു. വൈ? ഓക്കെ, രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ചാൾസ് ലോ. ചാൾസ് ലോ അല്ലെങ്കിൽ ചാൾസ് നിയമം. ഓക്കെ മക്കളെ, ചാൾസ് നിയമത്തിൽ ഇത്രേ പറയുന്നുള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ച അതേപോലെ തന്നെ ഇവിടെ നമുക്ക് പറയാം. എന്താണ് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്, സ്ഥിരമായിട്ട് വരുന്നത് പ്രഷർ ആണ്. ആരാണ് മക്കളെ? നേരത്തെ ആരായിരുന്നു കോൺസ്റ്റന്റ്? ടെമ്പറേച്ചർ ആണ്. ഇവിടെ പ്രഷർ ആണ് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ പ്രഷർ അങ്ങോട്ട് പൊത്തിപ്പിടിക്കുക. ബാക്കി ആരൊക്കെയാണ്? പ്രഷർ അങ്ങോട്ട് പൊത്തിച്ച വോളിയവും ടെമ്പറേച്ചറുമാണ് അല്ലെ? ഇപ്പൊ പഠിച്ചു വെച്ചോളാം. അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി അല്ലെ?
വോളിയം കൂടുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടും, അഥവാ വ്യാപ്തം കൂടുന്ന സമയത്ത് ഊഷ്മാവ് കൂടും. മറ്റേ കുറയുമ്പോൾ ഇപ്പുറത്തും കുറയും കേട്ടോ. അതാണ് ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നതിനെ ഇൻവേഴ്സ്ലി എന്നും ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടുന്നതിനെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്നാണ് പറയാ. മറന്നു പോരുത്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ നേർ അനുപാതം എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, മറന്നു പോരുത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ചില കളികളൊക്കെ കളിക്കാൻ പോവാണ്. ഈ ടീനെ നമ്മൾ വിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. സോ വി ബൈ ടി എന്നാണ് വരിക. ഇനി ഈ ചുരുട്ടിയ സാധനത്തെ നമ്മൾ ഈക്വൽ ആക്കുന്നു. സോ വി ബൈ ടി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഓക്കെ, അല്ല വി ബൈ ടി ഈസ് ഈക്വൽ ടു സ്ഥിര സംഖ്യ. പറഞ്ഞു വരുന്നത് മക്കളെ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ചാൾസ് ലോയിൽ വരുന്നത്. ഇതിന്റെ എക്സാമ്പിൾ മക്കൾ നിർബന്ധമായിട്ട് പഠിക്കണം. നല്ല ഒരു ബലൂണ് അല്ലെ, നല്ല അടിപൊളി ഒരു ബലൂൺ ഇതാ അല്ലെ. ഈ ബലൂണ് നല്ല ഊതി വീർപ്പിച്ച ബലൂണാണ്. ഇത് നമ്മൾ എവിടെ വെക്കുകയാണ് മക്കളെ? ഇത് എവിടെ വെക്കുകയാണ്? സൂര്യൻ ഇതാ നമ്മളെ സൺലൈറ്റ് അല്ലെ, സൺലൈറ്റിൽ വെക്കുകയാണ്. സൺലൈറ്റിൽ വെക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ ഇതെന്താവും? ഇത് പൊട്ടിപ്പോവും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത് പൊട്ടുന്നത്? ഇതാ നോക്കിക്കോളി, ഇവിടുന്ന് സൺലൈറ്റ് വരികയാണ് അല്ലെ, സൺലൈറ്റ് നന്നായിട്ട് അങ്ങോട്ട് അടിക്കുകയാണ്. അപ്പൊ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി വരികയാണ് അല്ലെ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ടെമ്പറേച്ചർ അഥവാ ടി കൂടുകയാണ്. അപ്പൊ ആരോട് കൂടൂ? ഇവിടെ കൂടുമ്പോ ഇവിടെയും കൂടൂലേ? വോളിയം അങ്ങോട്ട് കൂടൂ അല്ലെ, അതിന്റെ വലുപ്പം അങ്ങോട്ട് കൂടൂ. മക്കളെ, ഊതി വീർപ്പിച്ച ബലൂണിന്റെ വലുപ്പം പിന്നെയും കൂടി എന്താ അവസ്ഥ? പൊട്ടിപ്പോലേ. യെസ്, അപ്പൊ ഇതാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. മറന്നു പോകരുത്. റെഡിയാണോ മക്കളെ? റെഡിയാണോ? മൂന്നാമത്തെ ആളാണ് ആരെന്നറിയോ? മൂന്നാമത്തെ ലോ, അവഗാഡ്രോസ് ലോ. അവഗാഡ്രോസ് ലോ അല്ലെങ്കിൽ അവഗാഡ്രോ നിയമം. ഓക്കെ, അവഗാഡ്രോ നിയമം വളരെ ശ്രദ്ധിച്ചു പഠിക്കണം മക്കളെ, ശ്രദ്ധിച്ചു പഠിക്കണേ. അവഗാഡ്രോ നിയമം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത് ആരൊക്കെയാണ് ഇതിന്റെ അകത്ത് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വരുന്നത്? പഠിച്ചു വെച്ചോളാം. ആരൊക്കെയാണ് സ്ഥിരമായിട്ട് വരുന്നത്? ടി ആൻഡ് പി, ടെമ്പറേച്ചറും പ്രഷറുമാണ്. ഊഷ്മാവും മർദ്ദവുമാണ് ഇവിടെ സ്ഥിരമായിട്ട് വരുന്നത് അല്ലെ. സോ അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ. കേട്ടോ, എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾ, മോളിക്യൂൾസിന്റെ എണ്ണമാണ്, അല്ലെങ്കിൽ തന്മാത്രകളുടെ എണ്ണമാണ്. മറന്നുപോയത് മക്കളെ, മറന്നുപോയത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനിതൊന്ന് ഇംഗ്ലീഷ് പറയാം കേട്ടോ. അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ അല്ലെ. ഒന്നുമില്ല, വ്യാപ്തം എന്ന് പറയുന്നത് തന്മാത്രയുടെ എണ്ണത്തിന് എന്തായിരിക്കും? നേരായിരിക്കും. ഇത് കൂടുമ്പോ അതും കൂടും, ഇത് കുറയുമ്പോ അതും കുറയും അല്ലെ. അപ്പൊ ഇത് കൃത്യമായിട്ട് മക്കൾ പഠിച്ചോക്ക. 3 നിയമങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ബോയിൽസ് ലോയില് ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ് അല്ലെ, ചാൾസ് ലോയില് പ്രഷർ ആണ് കോൺസ്റ്റന്റ്, അവഗാഡ്രോസ് ലോയില് ടെമ്പറേച്ചറും പ്രഷറുമാണ് കോൺസ്റ്റന്റ്. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. മറന്നു പോരുത്. അപ്പൊ ഇതെങ്ങനെ പഠിച്ചേക്ക? ബോട്ടി ചാപ്പി അട്ടാപ്പി ഹോയ് ഹോയ് അട്ടാപ്പി ഹോയ് ഹോയ് അട്ടാപ്പി ഹോയ് ഹോയ്. കേട്ടോ, ഇതങ്ങോട്ട് പഠിച്ചേക്ക. ബോട്ടി ചാപ്പി അട്ടാപ്പി അട്ടാപ്പി. കേട്ടോ, ഒരു 3 പ്രാവശ്യം കൂടി ചെല്ലിയാൽ മതി. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അവോഗാഡ്രോസ് ലോയില് കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല കേട്ടോ. ഇത് വോളിയം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്മാത്രയുടെ എണ്ണം കൂടുക എന്നാണ്. അതിനൊരു എക്സാമ്പിൾ ഞാൻ വേണമെന്ന് പറഞ്ഞുതരാം കേട്ടോ. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മളെ ഒരു 2 ലിറ്റർ വെള്ളം എടുക്കുകയാണെന്ന് വിചാരിക്കാം. 2 ലിറ്റർ വെള്ളം. ഓക്കെ, ഈ 2 ലിറ്റർ വെള്ളം എടുക്കുന്ന സമയത്ത് ഇതിന്റെ അകത്തല്ലേ വെള്ളം ഉള്ളത്? ഇതിന്റെ വോളിയം ഇത്രയാണ് അല്ലെ, ഇതിന്റെ ഇത്രയാണ്. ഇതിന്റെ അകത്തെ ഒരു 3 തന്മാത്രകൾ ഉണ്ടെന്ന് വിചാരിക്കുക, 3 മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഇതിന്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു 5 ലിറ്റർ വെള്ളം കൂടി ഒഴിക്കുകയാണ്. 5 ലിറ്റർ വെള്ളം കൂടി ഒഴിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ 5 ലിറ്റർ വെള്ളം ഒഴിക്കുമ്പോൾ അതിന്റെ വോളിയം എന്താ? ഇത്രയായി കൂടി അല്ലെ. നേരത്തെ ഇത്രയായിരുന്നു, ഇത്രയായി പോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വോളിയം കൂടുന്നതിനനുസരിച്ച് അഥവാ വെള്ളം കൂടുന്നതിനനുസരിച്ച് തന്മാത്രകളുടെ എണ്ണം, നമ്പർ ഓഫ് മോളിക്യൂൾസും കൂടുന്നില്ലേ മക്കളെ? ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ അകത്തേക്ക് 5 ലിറ്റർ വെള്ളം ഒഴിക്കുമ്പോൾ ഈ 3 എണ്ണം മാത്രമാണോ ഇവിടെ ഉണ്ടാകുക? അല്ല, നമ്മൾ ഒഴിച്ച വെള്ളത്തിനകത്തുള്ള തന്മാത്രകളൂടെ ഉണ്ടാവും അല്ലെ, അതുകൂടി ഉണ്ടാവും. ഇനി നിങ്ങൾ ഒരു 10 ലിറ്റർ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും പിന്നെയും വോളിയം വ്യാപ്തം കൂടി
അതിനനുസരിച്ച് മോളിക്യൂൾസിന്റെ എണ്ണം അല്ലെങ്കിൽ തന്മാത്രയുടെ എണ്ണവും കൂടി. അല്ലെ, നിങ്ങൾ എത്ര വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും വോളിയം ഇങ്ങനെ കൂടി തന്മാത്രയുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും, മോളിക്യൂൾസിന്റെ എണ്ണം കൂടും. ഇനി വെള്ളം അതിന്റെ അകത്ത് നിന്ന് എടുത്താലോ അതിനനുസരിച്ച് തന്മാത്രയുടെ എണ്ണം കുറയും. റെഡിയാണോ? അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞത് ലിക്വിഡ് വെച്ചിട്ടാണ്, പക്ഷെ ഇത് ഗ്യാസ് ലോ ആയതുകൊണ്ട് ഗ്യാസിനും ഇതേ കണ്ടീഷൻ തന്നെയാണ് ഉള്ളത്. റെഡിയാണല്ലോ മക്കളെ? അപ്പൊ ഇടിവെട്ടായിട്ടോ 3 ലോ നമ്മൾ പഠിച്ച്. ഇതാണ് ഈ ചാപ്റ്ററിന്റെ ആദ്യ ഘട്ടം. മനസ്സിലായല്ലോ മക്കളെ? ഇനി നമ്മൾ അടുത്ത ഒരു ഏരിയയിലേക്ക് പോവാണ്. ഈ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ നമ്മള് അറ്റോമിക മാസുകൾ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ഏതൊക്കെ അറ്റോമിക് മാസ് ആണ് പഠിക്കേണ്ടതെന്ന് അറിയോ? ഹൈഡ്രജന്റെ 1 അല്ലെ, കാർബണിന്റെ 12, നൈട്രജൻ 14, ഓക്സിജൻ 16, സൾഫർ 32, ക്ലോറിൻ 35.5, സോഡിയം 23 ആൻഡ് കാൽസ്യം 40. മക്കളെ, നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കേണ്ട അറ്റോമിക് മാസുകളാണ്. നമ്മൾ ഈ ചാപ്റ്റർ മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ അറ്റോമിക മാസുകൾ വെച്ചുള്ള കളികൾ മാത്രമേ ഇതിന്റെ അകത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. ഇതിലൊരു ഉപേക്ഷയും വിചാരിക്കരുത് കേട്ടോ. ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ ഓരോന്നൊരു മൂന്നെണ്ണം നമ്മൾ എന്ത് ചെയ്യാ പഠിച്ചങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞ ഒരു പ്രശ്നമില്ല. പെട്ടെന്ന് പറയണം, അറ്റോമിക നമ്പർ അല്ല കേട്ടോ, അറ്റോമിക് മാസ് ആണ് കേട്ടോ. അറ്റോമിക മാസ് മലയാളത്തിൽ പറയും, അല്ലെങ്കിൽ മറ്റൊരു പേരൂടെ ഉണ്ട്, അറ്റോമിക ഭാരം എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് മക്കൾ പഠിച്ചിരിക്കുക. ഇത് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ തരാറുണ്ട്, പക്ഷെ തരൂല എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. റെഡിയാണല്ലോ മക്കളെ? റെഡി. ഇപ്പോ ഹൈഡ്രജന്റെ അറ്റോമിക മാസ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം 1 ആണ്. കാരണം ഈ ലിസ്റ്റിലുള്ളതാണ് ഹൈഡ്രജൻ 1 ആണ് അല്ലെ. ഹൈഡ്രജൻ 1 ആണെങ്കിൽ ഞാനേ ഇവിടെ ചെറിയൊരു പരിപാടി നടത്താൻ പോണേ. ഇതാ ഇവിടെ ഞാനൊരു ഗ്രാം ഇടാൻ പോവാണ്. ആരിടാൻ പോവാണ്? ഇതാ ഇവിടെ ഞാനൊരു ഗ്രാം ഇട്ട്, ഇങ്ങനെ ജാം നല്ല വായിക്കാം, ഗ്രാം അറ്റോമിക് മാസ് എന്നാണ് വിളിക്കുക അല്ലെ. എന്താ ഇപ്പൊ ചെയ്ത്? അറ്റോം മാസിന്റെ അപ്പുറത്ത് ഞാൻ ഒരു ഗ്രാം ഇട്ട്, ഇവിടെ ഗ്രാം ഇട്ടാൽ മക്കൾ ഇവിടെയും ഗ്രാം ഇടണം. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുന്ന ഒരു ടേം ആണ് അറ്റോമിക മാസിനെ ഗ്രാമിലേക്ക് മാറ്റുക അല്ലെ. അറ്റോമിക മാസിനെ ഗ്രാമിലേക്ക് മാറ്റുന്നതിന് പറയുന്ന പേരാണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് വിളിക്കുക. മനസ്സിലായല്ലോ മക്കളെ? ഓക്കെ ആണോ? ഇനി നമുക്ക് വേറെ നോക്കാം. ഇപ്പൊ കാർബണിന്റെ അറ്റോമിക മാസ് 12 ആണ്. അപ്പൊ എന്റെ മക്കൾ പറ, അങ്ങനെയാണെങ്കിൽ ഗ്രാം അറ്റോമിക മാസ് എത്രയായിരിക്കും? ഈസി ആയിട്ട് നമുക്ക് പറയാം, ഗ്രാം അറ്റോമിക് മാസ് ഇസ് ഈക്വൽ ടു 12 ഗ്രാം കേട്ടോ. വളരെ എളുപ്പമുള്ള സാധനമാണ്. ഒന്നുമില്ല മക്കളെ, അറ്റോമിക മാസിനെ ഗ്രാമിലേക്ക് പറയുക, അതിനെയാണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പഠിക്കാം കേട്ടോ. ഇത് നിങ്ങളോട് ചോദിക്കുന്നില്ല വാട്ട് ഈസ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നില്ല. അറ്റോമിക് മാസിന് ഗ്രാം ഇടുക. ഇനി വേണമെങ്കിൽ നമുക്ക് കോൺഫിഡന്റ് വേണ്ടി നമുക്ക് ഒന്നും ഇടില്ല. നൈട്രജൻ അറ്റോമിക് മാസ് എത്രയാ? 14 ആണ്. എത്രയാണ്? 14. അങ്ങനെയാണെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് എത്രയായിരിക്കും? സിമ്പിൾ അല്ലെ. ഇവിടെ ഒരു ജി ഇടുക, ഗ്രാം അറ്റോമിക് മാസ് ഇതാ ഇത്രയേ ഉള്ളൂ. റെഡി ആണല്ലോ മക്കളെ? അപ്പൊ ഇത് ആറ്റങ്ങളെ കുറിച്ചുള്ള സാധനമാണ്. അപ്പൊ നമ്മളിപ്പോ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് ഗ്രാം അറ്റോമിക് മാസ് അല്ലെ. അപ്പൊ ആറ്റങ്ങളെ പറ്റി പറഞ്ഞ മോളിക്യൂൾസിനെ, തന്മാത്രകളെ കുറിച്ചൊന്ന് പറയണല്ലോ നമ്മള്. നോക്കോളെ, ഇപ്പോ H2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ഒരാളല്ല ഉള്ളത് അല്ലെ, 2 ആളുകളുണ്ട് അല്ലെ. 2 ആളുകളുണ്ട്. നമുക്കറിയാം 2ഓ അതിലധികമോ ആറ്റങ്ങൾ കൂടി ചേർന്നാൽ അതെന്താണ് മക്കളെ? തന്മാത്രയല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു തന്മാത്രയാണ് അല്ലെ. അതിനെ നമ്മൾ ഇംഗ്ലീഷ് പറയാ മോളിക്കുലാർ മാസ് എന്നാണ്, MM എന്നാണ് സൂചിപ്പിക്കുക. ഓക്കെ, എങ്ങനെയാണ് MM കാണുക? ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഹൈഡ്രജന്റെ അറ്റോമിക മാസ് നമുക്കറിയാം. ഹൈഡ്രജൻ അറ്റോമിക് മാസ് എത്രയാ? ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1 ആണ് അല്ലെ. അതിന്റെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ. അപ്പൊ 1 × 2 ചെയ്താൽ മതി. അപ്പൊ ഏത് പഠിക്കണമെങ്കിലും നമ്മൾ ആദ്യം തന്നെ അറ്റോമിക മാസ് നിർബന്ധമായിട്ട് പഠിക്കുക കേട്ടോ. എന്നിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. റെഡി? അപ്പൊ മോളിക്കുലർ മാസ് എത്ര കിട്ടി? 2 കിട്ടി. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിലേ ഗ്രാം മോളിക്കുലർ മാസ് എത്രയായിരിക്കും? 2 ഗ്രാം. സിമ്പിൾ അല്ലെ. ഇനി നമുക്ക് കോൺഫിഡന്റ് വേണ്ടി നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. അപ്പൊ
N2 നൈട്രജൻ അല്ലെ N2 എന്നാണെങ്കിൽ മോളിക്കുലാർ മാസ് എത്രയായിരിക്കും മക്കളെ? മോളിക്കുലാർ മാസ് പറയുമ്പോ നൈട്രജൻ ഒന്നിന്റെ നമുക്കറിയാം എത്രയാണ്? 14 ആയിട്ട് എത്ര ഉണ്ട് മക്കളെ? 2 സോ 14 × 2 അല്ലെ? 14 × 2. അപ്പോ മോളിക്കുലാർ മാസ് ഈസ് ഈക്വൽ ടു 28. അങ്ങനെയാണെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ് ഈസ് ഈക്വൽ ടു 28 ഗ്രാം. മക്കളെ മോളിക്കുലാർ മാസ് കാണാൻ വളരെ എളുപ്പമാണ്. അറ്റോമിക മാസുകൾ കൂട്ടുക, അതിനാണ് നമ്മൾ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ നിങ്ങളോട് ചോദിക്കാണ്, H2O എന്ന് പറയുന്നത് നമുക്കറിയാം മോളിക്യൂൾ ആണ്, തന്മാത്രയാണ് അല്ലെ? 2 ഹൈഡ്രജനും 1 ഓക്സിജൻ അതിന്റെ അകത്തുണ്ട് അല്ലെ? 2 ഹൈഡ്രജനും 1 ഓക്സിജനും ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്? 3 ആൾക്കാരുണ്ട് അല്ലെ? അപ്പൊ 2ഓ അതിലധികമോ ഉള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾ. അപ്പൊ ഉറപ്പാണല്ലോ ഇതൊരു മോളിക്യൂൾ ആണ് അല്ലെ? അപ്പൊ മോളിക്കുലാർ മാസ് ഈസ് ഈക്വൽ ടു അല്ലെ, ഹൈഡ്രജന്റെ ഒന്നിന്റെ വില 1 ആണ്, അതിന്റെ എത്ര ഉണ്ട്? 2. സോ 1 × 2 പ്ലസ് ഓക്സിജന്റെ നമുക്കറിയാം 16 ആണ് അല്ലെ? 16. ഇനി അടുത്തത് ആരുണ്ടെങ്കിലും പ്ലസ് ഇടുക, അടുത്ത് എഴുതുക, പ്ലസ് ഇട്ട് കൂട്ടി അങ്ങ് പോവുക. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര കിട്ടും മക്കളെ? 2 + 16. അപ്പൊ മോളിക്കുലാർ മാസ് ഈസ് ഈക്വൽ ടു 16. സോ ഗ്രാം മോളിക്കുലാർ മാസ് ഈസ് ഈക്വൽ ടു 16 18 ആണ് വരിക, 18. സോ ഗ്രാം മോളിക്കുലാർ മാസ് ഈസ് ഈക്വൽ ടു 18 ഗ്രാം അല്ലെ? സിമ്പിൾ. അറ്റോമിക മാസുകളെ നിരത്തി കൂട്ടി കഴിഞ്ഞാൽ മോളിക്കുലാർ മാസ് കിട്ടി. എപ്പോഴും മക്കൾ മനസ്സിലാക്കേണ്ടത്, 2ഓ അതിലധികമോ ആറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്രയാണ് എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഓക്കെ, അതുകൊണ്ടാണ് ഇത് 2 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ? 2 ഹൈഡ്രജൻ ഉള്ളത് മോളിക്യൂൾ ആണ്. ഇവിടെ 2 നൈട്രജൻ ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജനും 1 ഓക്സിജൻ അടക്കം 3 ആളുകളുണ്ട്. അപ്പം ഇത് മോളിക്യൂൾ ആണ് കേട്ടോ. സിമ്പിൾ ആയിട്ട് കാര്യങ്ങളാണത്. റെഡി ആണല്ലോ മക്കളെ? റെഡി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാ, ഒന്ന് കൃത്യമായിട്ട് പഠിച്ചേക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഇപ്പോ ഒരു GAM അല്ലെ, നമ്മൾ നേരത്തെ കണ്ടു. അതേപോലെ തന്നെ ഒരു GMM ഇതും നമ്മളിപ്പോ കണ്ടു അല്ലെ? മക്കളെ ശ്രദ്ധിക്കണേ, ഈ ഒരു GAM എന്നും ഒരു GMM എന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നുമില്ല. ഈ ഒന്നും ഇവിടെ എഴുതിയില്ലെങ്കിലും GAM സാധാരണ എഴുതി കഴിഞ്ഞാൽ, ഇപ്പൊ GAM അവിടെ എഴുതി കഴിഞ്ഞാൽ അത് ഒന്നാണ്. ഇനി GMM എന്ന് എഴുതി കഴിഞ്ഞാലും അത് ഒന്നാണ്. അത് നമ്മൾ പ്രത്യേകം, അപ്പൊ നമ്മൾ മാത്സിലൊക്കെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എക്സ് ആണ്. അതേപോലെ തന്നെയാണ് GAM എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ അത് ഒന്നാണ്. ഇനി GMM എന്ന് എഴുതി കഴിഞ്ഞാലും ഒന്നാണ് കേട്ടോ. GAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. GMM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്രയെ സൂചിപ്പിക്കുന്നതാണ്. മക്കളെ ശ്രദ്ധിച്ചോളേ. ഒരു GAM-ൽ എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഗ്രാം അറ്റോമിക് മാസിൽ നമ്മളെ കയ്യിൽ ഒരു GAM എന്തോന്ന് തന്ന് അതിന്റെ അകത്ത് എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് 6.022 × 10⁻23 ആറ്റങ്ങൾ അല്ലെ? ഇത്രയും ആറ്റങ്ങളായിരിക്കും ഉണ്ടാകുക. മറന്നു പോകരുത്, ഇത് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 1 GAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്ന് അതിന്റെ അകത്ത് ചോദിക്കും. മനസ്സിലായോ? യെസ്. ഇനി ഒരു GAMM എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്, എത്ര തന്മാത്രയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് 6.022 × 10⁻23 തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂളുകൾ ഇതിന്റെ അകത്ത് ഉണ്ടാവും. ഈ 2 കേസും മക്കൾ കൃത്യമായിട്ട് പഠിച്ചേക്കണം. രണ്ടും ഒരേ സംഖ്യയാണ്. ഈ സംഖ്യ മറന്നു പോകരുത് കേട്ടോ. ഈ ചാപ്റ്റർ അവസാനിക്കുന്നത് വരെ നമുക്ക് ഈ സംഖ്യ ഓർമ്മ വേണം. 6.022 × 10⁻23 ഇതിനെയാണ് നമ്മൾ അവോഗാഡ്രോ സംഖ്യ എന്ന് പറയുന്നത്. അവോഗാഡ്രോ നമ്പർ അല്ലെ? നേരത്തെ നമ്മൾ അവോഗാഡ്രോ നിയമം പഠിച്ചിരുന്നു. ആ അവോഗാഡ്രോ കണ്ടുപിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്പർ ആണ് ഈ അവോഗാഡ്രോ സംഖ്യ. പറഞ്ഞു പോരുത്. 6.022 × 10⁻23 എന്നാണ് അതിന് പറയാ. റെഡിയാണല്ലോ മക്കളെ? റെഡിയാണല്ലോ? ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മോൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. മോൾ കൺസെപ്റ്റ്. ഓക്കെ, നിങ്ങൾ എവിടെയെങ്കിലും മോൾ കൺസെപ്റ്റ് അല്ലെങ്കിൽ മോൾ എന്ന് കേട്ടിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം അറിയുന്നത് അല്ലെ? ഞാൻ വെറുതെ ഒന്ന് പറയാം. ഇപ്പോ
നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കുറെ തേങ്ങ ഇറക്കി, തേങ്ങ അല്ലെ, ഈ തേങ്ങ ഇറക്കി കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാണ് അതിന്റെ അകത്തുനിന്ന് ഒരു 10 എണ്ണം എണ്ണാൻ പറഞ്ഞു. നിങ്ങൾ ഈസി ആയിട്ട് എണ്ണിയിടും അല്ലെ. ഇനി തേങ്ങ മാറ്റി ഞാൻ കുറച്ച് മാങ്ങ ഇറക്കി അല്ലെ, എന്നിട്ട് ഒരു 50 എണ്ണം അങ്ങോട്ട് മാറ്റി വെക്കാൻ പറഞ്ഞു. നിങ്ങൾ ഈസി ആയിട്ട് 50 മാങ്ങ എണ്ണിയിടും. എണ്ണാൻ വളരെ സുഖമാണ്. ഇനി ഞാൻ ഇറക്കാൻ പോകുന്നത് മാങ്ങയ്ക്ക് പകരം കുറച്ച് കടുക് ഇറക്കാൻ പോവാണ്, കടുക്. എന്നിട്ട് നിങ്ങളോട് ഒരു 100 എണ്ണം എണ്ണാൻ പറഞ്ഞു. നിങ്ങൾ എണ്ണും, പക്ഷെ കുറച്ച് സമയം എടുക്കും അല്ലെ. ഇനി കടുക് അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ കുറച്ച് മൈദപ്പൊടി ഇറക്കി. മൈദപ്പൊടി ഇറക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങളോടൊരു 100 മൈദേന്റെ ചെറിയ ചെറിയ പൊടി എണ്ണാൻ പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല അല്ലെ. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സാധനങ്ങളെ നമ്മൾ എണ്ണും സാർ എന്നുള്ളൊരു ചോദ്യം വരും. അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കണ്ണുകൊണ്ട് എണ്ണാൻ കഴിയാത്ത സാധനങ്ങളെ എണ്ണുന്ന കൺസെപ്റ്റിനെയാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മോൾ കൺസെപ്റ്റ് അഥവാ മോൾ സങ്കല്പനം എന്ന് നമ്മൾ വിളിക്കുന്നത്. എടാ അതെന്താ സാറേ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സാധനം? മക്കളെ, ആറ്റങ്ങളുണ്ട്, മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രയുണ്ട്. ഇതൊക്കെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതാണ്. ഇതിനെ നമ്മൾ കൃത്യമായിട്ട് എണ്ണും അല്ലെ. ഇപ്പൊ ഞാൻ ഇങ്ങനെ കയ്യിൽ 1 ലിറ്റർ വെള്ളം ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളോട് പറയാണ് ഇതിന്റെ അകത്ത് എത്ര ഹൈഡ്രജൻ ഉണ്ട്, എത്ര ഓക്സിജൻ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ അവസാനിക്കുമ്പോഴേക്കും മക്കൾ എന്ത് ചെയ്യണം? ഇതൊക്കെ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ എന്താണ് മോൾ കൺസെപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണാൻ കഴിയാത്ത സാധനങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ മോൾ കൺസെപ്റ്റ്. അതിന് കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന വേർഡാണ് മോൾ കൺസെപ്റ്റ് അല്ലെങ്കിൽ മോൾ സങ്കല്പനം. ഇപ്പൊ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു പെയർ അല്ലെ, ഒരു ജോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര ഉണ്ട് മക്കളെ? 2 എണ്ണാണ് അല്ലെ. ഒരു ജോഡി ചെരുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ചെരുപ്പാണ് അല്ലെ. ഇനി അതേപോലെ തന്നെ നിങ്ങൾ കേട്ടൊരു വേർഡാണ് ഒരു ഡസൻ. ഒരു ഡസൻ മിഠായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണം വരും മക്കളെ? 12 എണ്ണാണ് വരിക അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്നെ പൊന്നു മക്കൾ അറിഞ്ഞിരിക്കണം. ഒരു മോൾ അല്ലെ മക്കളെ. ഇത് രണ്ടും കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന സാധനങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ഏതൊക്കെ? പെയറും ഡസനും ഒക്കെ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഒരു പെയർ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ 2 എണ്ണം എടുത്തേക്കും അല്ലെ. എന്നാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സാധനങ്ങളെ സൂചിപ്പിക്കാനാണ് മോൾ എന്ന് ഞാൻ പറഞ്ഞു. ആ മോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു മോൾ എത്രയാണെന്ന് കൃത്യമായിട്ടൊരു നമ്പർ ഉണ്ട്. ഇപ്പൊ ഒരു പെയർ എന്ന് പറയുന്നത് 2 എണ്ണമാണെങ്കിൽ, ഒരു ഡസൻ എന്ന് പറയുന്നത് 12 എണ്ണമാണെങ്കിൽ, ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പർ പഠിച്ചിട്ടോളം 6.022 into 10⁻23. ഇത് നമ്മൾ നേരത്തെ കേട്ടതാണ് അല്ലെ. ഈ നമ്പർ മറന്നു പോരുത്. ഓക്കെ, അപ്പോ ഇനി ഈ ഭാഗം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അറിയുമെങ്കിൽ നിങ്ങളെ കൺസെപ്റ്റ് റെഡിയായി എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു പെയർ, ഒരു ഡസൻ അല്ലെങ്കിൽ നമ്മൾ ഒരു മോൾ എന്ന് പറയുമ്പോൾ എത്രയാണ് ആ സംഖ്യ എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ വീണ്ടും മക്കളോട് പറയാണ്, എന്ത് പഠിക്കുമ്പോൾ ഈ ചാപ്റ്റർ എന്ത് പഠിക്കുമ്പോഴും നമ്മളെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരേണ്ടത് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യമാണ്. വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് ഒരു പാട്ടൊക്കെ പാടാം നമുക്ക്. ഹൈസൻ ഓസ്ക്ല് നക്ക കേട്ടോ. ഹൈസൻ ഓസ്ക്ല് നക്ക നക്ക എന്ന് 2 പ്രാവശ്യങ്ങൾ പാടിയാൽ മതി കേട്ടോ. എന്താണ് പാടിയത്? ഹൈസൻ ഓസ്ക്ല് നക്ക നക്ക കേട്ടോ. ഹൈസൻ ഓസ്ക്ല് നക്ക നക്ക എന്നൊരു പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ചിട്ട് എന്ത് ചെയ്യാ? അറ്റോമിക് മാസ് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതില്ലേ നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരുപാട് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലങ്ങളാണ് അല്ലെ. ഇപ്പൊ മാത്സുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൂട്ടാന്, കുറയ്ക്കാന്, ഹരിക്കാന് ഇങ്ങനെയുള്ള കുറച്ച് കലാപരിപാടികൾ ഇതിന്റെ അകത്തുണ്ട്. ഓക്കെ, അപ്പൊ ഏതായാലും നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. കുറെ നേരമായാലും നമ്മൾ പഠിക്കുന്നത്. ഏതായാലും നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Analyze the situation given below and write one which is related with Boyle's law. ബോയിൽസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ചുവടെ തന്നിരിക്കുന്നതിൽ ശരി എന്നാണ്. ഞാൻ ആദ്യം വായിക്കാം. If an inflated balloon is kept in sunlight, it will burst after some time. എന്താ പറഞ്ഞത്? നമ്മളൊരു ബലൂൺ വെയിലത്ത് വെക്കുകയാണെങ്കിൽ അത് പൊട്ടിപ്പോകുന്നു. ഇത് ബോയിൽസ് ലോ ആയിട്ട് ബന്ധപ്പെട്ടതാണോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. As the balloon is being inflated, its volume is increases. അല്ലെ, ബലൂൺ എന്താണ്? നമ്മൾ വെയിലത്ത് വെക്കുമ്പോൾ അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ബോയിൽസ് ലോ ആണോ? ഇനി the size of air bubbles is rising from the bottom of a water body gradually increases. അല്ലെ, ഞാൻ പറഞ്ഞു
വാട്ടർ ബോഡിയിൽ നിന്ന് അടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്നതോറും വായു കുമിളകളുടെ വലുപ്പം കൂടുന്നു. ഇതാണോ ബോയിൽസ് ലോ? അല്ലെ, ഇനിയിപ്പോ ഇംഗ്ലീഷ് നമ്മൾ കണ്ടു, മലയാളം കൂടി കാണണല്ലോ. താഴെ തന്നിരിക്കുന്നവയിൽ ബോയിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സന്ദർഭം ഏതാണ്? അല്ലെ, ഊതി വീർപ്പിച്ച ബലൂൺ ഒരു സൂര്യപ്രകാശത്തിന് മുന്നിൽ വെക്കുന്നു, അല്പസമയം കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്നു. ബലൂൺ ഊതി വീർപ്പിക്കുന്നു. ജലത്തിന്റെ അടിത്തട്ടിൽ നിന്നും മുകളിലേക്ക് ഉയർന്ന വായു കുമിളകളുടെ വലുപ്പം വർദ്ധിച്ചു വരുന്നു. മക്കളെ, ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ, ബോയിൽസ് ലോ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത് നിങ്ങളെ മനസ്സിലേക്ക് വരണം? ബോയിൽസ് ലോ എന്ന് പറയുമ്പോൾ ബബിൾസ് ഓർമ്മ വരണം. അല്ലെ, ബോയിൽസിന്റെ ഫസ്റ്റ് ലെറ്റർ ബി, ബബിൾസിന്റെ ഫസ്റ്റ് ലെറ്റർ ബി, ബി ബി അല്ലെ. ഓക്കെ, അപ്പൊ ബോയിൽസ് ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ എയർ ബബിൾസ് നിങ്ങളെ മനസ്സിലേക്ക് വരണം. അഥവാ അക്വേറിയത്തിന്റെ അകത്തുള്ള വായു കുമിള മുകളിൽ നിന്ന് അടിയിലേക്ക് വരുംതോറും എന്താണ് അതിന്റെ വലിപ്പം ഇങ്ങനെ കൂടി 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 വരുന്നു എന്നുള്ള കൺസെപ്റ്റ് നിങ്ങളെ മനസ്സിലേക്ക് വരണം. ഓക്കെ, അപ്പൊ ഇതാണ് ഉത്തരം, സി ആണ് കേട്ടോ. ഉത്തരം സി ആണ്. ബാക്കിയുള്ള രണ്ടെണ്ണവും എന്താണ്? ചാൾസ് ലോ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അല്ലെ, സൂര്യപ്രകാശം, ടെമ്പറേച്ചർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് ചാൾസ് ലോ ഓർമ്മ വേണം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അതിന്റെ ഉത്തരം എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മളോട് എന്ത് ചെയ്യുക, ഈ ഭാഗത്ത് നിന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, ഈ ചാപ്റ്ററിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. കേട്ടോ, ഇത് ഇംഗ്ലീഷ് തന്നെ നിങ്ങൾ പഠിക്കണം. ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. STP. ഓക്കെ, STP എന്നാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സാർ എന്താണ് എന്ത് വേണം നിങ്ങൾക്ക് ഓർത്തേക്കാം കേട്ടോ. അപ്പൊ STP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ഞാൻ ഇവിടെ ഒരു ഗ്യാസ് വരയ്ക്കുകയാണ്. ഗ്യാസ് ആണ് ഇത്. ഇവിടെ ഗ്യാസ്, നല്ല അടിപൊളി ഗ്യാസ് ആണ്, അടിപൊളി കേട്ടോ. നൂലുണ്ട് എല്ലാം. എന്താണ് ഇത്? ഗ്യാസ് ആണ്. ഓക്കെ, കണ്ണോട് കാണാനും പറ്റൂല, ഞാൻ വാസിക്കും. ഓക്കെ, അപ്പൊ STP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഫുൾ ഫോം പറഞ്ഞിരിക്കണം? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സാർ ടോപ്പാണ്, പൊളിയാണ് കേട്ടോ എന്നൊക്കെ നിങ്ങൾ പറയൂ. ഓക്കെ, ഇനി ഈ ഗ്യാസിന് ശ്രദ്ധിച്ച് കേൾക്കണം മക്കളെ. ഈ ഗ്യാസിനെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഈ ഗ്യാസിന്റെ അകത്തെ ചൂട് ഞാനൊന്ന് അളന്നു നോക്കി. എടാ, അതിന്റെ ടെമ്പറേച്ചർ ഞാനൊന്ന് അളന്നു നോക്കി. അപ്പൊ എനിക്ക് കിട്ടിയത് 273 കെൽവിൻ ആണ്. അല്ലെ, ഇതിന്റെ അകത്തുള്ള ചൂട് എത്രയാ മക്കളെ? 273 കെൽവിൻ അല്ലെ, അതെനിക്ക് കിട്ടിയേ. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ ഉള്ളിലെ മർദ്ദം ഒന്ന് അളന്നു നോക്കി. ഇതിന്റെ അകത്തുള്ള പ്രഷർ ഒന്ന് അളന്നു നോക്കി. പ്രഷർ അളന്നു നോക്കിയപ്പോ എനിക്ക് ഇതാണ് ടെമ്പറേച്ചർ, ഊഷ്മാവാണ്. ഞാൻ ഇതിന്റെ അകത്തുള്ള മർദ്ദം അഥവാ പ്രഷർ, മക്കളെ ആ വേർഡ് പഠിക്കണം. വ്യാപ്തം അല്ലെങ്കിൽ വോളിയം സൂചിപ്പിക്കുന്നത് വി, മർദ്ദം അല്ലെങ്കിൽ പ്രഷർ ഉപയോഗിക്കുന്നത് പി, ടെമ്പറേച്ചർ സൂചിപ്പിക്കുന്ന ലെറ്റർ അഥവാ ഊഷ്മാവ് സൂചിപ്പിക്കുന്നത് ടി, വി പി ടി. ഓർമ്മണേ? യാ. അപ്പൊ ഇതിന്റെ അകത്തുള്ള മർദ്ദം നമ്മളൊന്ന് അളന്നു നോക്കി. മർദ്ദം അളന്നപ്പോ എനിക്ക് കിട്ടിയതേ 1 ATM ആണ്. ATM സാറേ, അത് പൈസ നമ്മൾ പുറത്തെടുക്കുന്ന മെഷീൻ അല്ലേ മക്കളെ? ആ ATM അല്ല ഈ ATM, അത് ഇന്ത ATM, ATM. ഇവിടെ ഞാൻ പറഞ്ഞത് അതല്ല കേട്ടോ, സ്മോൾ ലെറ്റർ ആണ്. അറ്റ്മോസ്ഫറിക് പ്രഷർ എന്നാണ് പറയാ കേട്ടോ. അപ്പൊ പറഞ്ഞു വരുന്നത് ഇതിന്റെ അകത്തുള്ള ചൂട് 273 കെൽവിൻ ആണ്. ഇതിനകത്തുള്ള മർദ്ദം പ്രഷർ എത്രയാണ് മക്കളെ? 1 ATM ആണ് അല്ലെ. ഇങ്ങനെയാണെങ്കിൽ ഈ ഗ്യാസിനെ ഞാനൊരു പേരിട്ട് വിളിക്കാൻ പോവാണ് കേട്ടോ. എന്താ പേരെന്നറിയോ? ഈ ഗ്യാസിന് ഞാനൊരു പേരിട്ട്, ഇതിന്റെ അകത്തുള്ള ചൂട് ടെമ്പറേച്ചർ 273 കെൽവിനും ഇതിന്റെ അകത്തുള്ള പ്രഷർ അഥവാ മർദ്ദം എത്രയാണ്? 1 ATM ആണെങ്കിൽ ഞാൻ ഇതിനെ വിളിക്കുന്ന പേര്, ഞാൻ ഇതിനൊരു പേര് വിളിക്കാൻ പോവാണ്. എന്താ വിളിക്കുന്നതെന്ന് അറിയോ? യെസ്, ഇതിനെയാണ് ഞാൻ STP ഗ്യാസ് എന്ന് പറയുന്നത്. STPയിലെ ഗ്യാസ് എന്നാണ് പറയാം കേട്ടോ. STPയിലാണ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? അപ്പൊ STPയിലെ ഗ്യാസ് ആവണമെങ്കിൽ 2 കണ്ടീഷൻ ആണുള്ളത്. എന്തൊക്കെയാ കണ്ടീഷൻ? അതിന്റെ അകത്തുള്ള ചൂട് 273 കെൽവിൻ ആയിരിക്കണം. നോട്ട് ദ പോയിന്റ് അല്ലെ. അതിന്റെ അകത്തുള്ള ടെമ്പറേച്ചർ 273 കെൽവിൻ ആയിരിക്കണം. ചൂട് അത്രയും വേണം. ഇനി അതിന്റെ അകത്തുള്ള പ്രഷർ അല്ലെ, ഇതിന്റെ അകത്തുള്ള മോളിക്യൂൾസിന്റെ പ്രഷർ എത്രയായിരിക്കണം? 1 ATM ആയിരിക്കണം. ATM എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്മോൾ ലെറ്ററിൽ എഴുതാവൂ, ക്യാപിറ്റൽ എഴുതി കഴിഞ്ഞാൽ സാധനം മാറിപ്പോയി, കാർഡ് ഇട്ട് പൈസ വാങ്ങുന്ന പരിപാടിയായി പോയി കേട്ടോ. സോ ATM ഇത്രയുമാണെങ്കിൽ നമ്മൾ അതിനെ STPയിലെ ഗ്യാസ് എന്നാണ് വിളിക്കുക. മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഗ്യാസിനെ ഞാനൊന്ന് തൂക്കി നോക്കി.
അല്ലെ? ഇതിന്റെ വോളിയം ഒന്ന് മെഷർ ചെയ്ത് ഇതൊന്ന് തൂക്കി നോക്കി മക്കളെ, പഠിച്ചു വെച്ചോളാം. STPയിലെ ഏതൊരു ഗ്യാസിന്റെയും വോളിയം, STPയിലെ ഏതൊരു ഗ്യാസിന്റെയും വോളിയം എത്രയായിരിക്കും അറിയോ? 22.4 ലിറ്റർ ആയിരിക്കും. പറഞ്ഞു പോരുത്. STPയിലെ ഏതൊരു വോളിയവും എത്രയായിരിക്കും? ഇപ്പൊ ഞാനിങ്ങനെ കുറച്ച് ഗ്യാസ് തലയിൽ വെച്ച് കൊണ്ടുപോവാണ്. നിങ്ങൾ ചോദിച്ച് സാർ ഇതെന്ത് ഗ്യാസാ? ഞാൻ പറഞ്ഞു STP ഗ്യാസ് ആണ്. STP ഒരു STP ഉള്ളൂ. ഒരു STP എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറന്നു പോരുതോ, അതിന്റെ അകത്ത് എത്ര ലിറ്റർ ഉണ്ടാവും? 22.4 ലിറ്റർ ഗ്യാസും തലയിൽ വെച്ചാണ് ഞാൻ ഓഹോയ് 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 എന്ന് പറഞ്ഞു പോകുന്നത്. മനസ്സിലായോ? ഒരു STP ആണെങ്കിൽ 22.4 ആയിരിക്കും. റെഡിയാണല്ലോ? അതിന്റെ എന്ത് വോളിയം അല്ലെങ്കിൽ വ്യാപ്തം. അതുകൊണ്ടാണ് 22.4നെ നമ്മൾ മറ്റൊരു പേരിട്ട് വിളിക്കുന്നത്. ആ പേരിങ്ങനെയാണ് മക്കളെ, മോളാർ വോളിയം എന്നാണ് വിളിക്കുക. മോളാർ വോളിയം അല്ലെങ്കിൽ മോളാർ വ്യാപ്തം എന്നാണ് നമ്മൾ വിളിക്കുക. മറന്നു പോരുത് കേട്ടോ, മോളാർ വ്യാപ്തം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ പഠിച്ചത്? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ നമ്മൾ പഠിച്ചെന്തൊക്കെയാ? ഒരു ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ചൂട് ടെമ്പറേച്ചർ 273 കാൽവിനും അതിന്റെ അകത്തുള്ള പ്രഷർ മർദ്ദം 1 atm ആണെങ്കിൽ ആ ഗ്യാസിനെ നമുക്ക് എന്ത് വിളിക്കാം മക്കളെ? ഒരു STPയിലെ ഗ്യാസ് എന്ന് വിളിക്കാം. ഇനി STPയിലെ ഗ്യാസിന്റെ വോളിയം അല്ലെങ്കിൽ ഇതിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലം അല്ലെങ്കിൽ ഇതിന്റെ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ മോളാർ വോളിയം. ഏതിനെ? ഈ 22.4 അല്ലെങ്കിൽ 22.4നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോളാർ വോളിയം അല്ലെങ്കിൽ മോളാർ വ്യാപ്തം എന്ന് വിളിക്കുന്നത്. മറ്റൊരു പേരാണ്, ഓമന പേരാണ്. റെഡിയായോ? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസുകൾ ചെയ്യാനുണ്ട് അല്ലെ? അപ്പൊ എന്താണ് STPയിലെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ മക്കളെ, അപ്പൊ ഇത് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത്തരം അല്ലെങ്കിൽ ഇപ്പൊ ഇതുവരെ പറഞ്ഞിരിക്കുന്ന എല്ലാ തിയറി പാർട്ടുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലർ മാസ് അല്ലെ പ്രസന്റ് ഇൻ 56 ഗ്രാം നൈട്രജൻ അല്ലെ? അതായത് N2 ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, മോളിക്കുലർ മാസ് അല്ലെ? 56 ഗ്രാം നൈട്രജനിലെ ഗ്രാം മോളിക്കുലർ മാസുകളുടെ എണ്ണം കണക്കാക്കുക. മക്കളെ, ഗ്രാം മോളിക്കുലർ മാസുകളുടെ എണ്ണം കണക്കാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തേ ചെയ്യേണ്ടതുള്ളൂ? ഇവിടെ കാണുന്ന ഈ 56നെ തിരിച്ചിങ്ങോട്ട് ചെയ്താ 56 ഡിവൈഡഡ് ബൈ നമുക്ക് ഇവിടെ ഇതാം നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെ? ഗ്രാം മോളിക്കുലാർ മാസുകളുടെ എണ്ണം എങ്ങനെയാണ് കണക്കാക്കുക മക്കളെ? എങ്ങനെയാ കണക്കാക്കുക? തന്നിരിക്കുന്ന ഗ്രാമിനെ എത്ര ഗ്രാം അവിടെ തന്നത്? 56 ഗ്രാം ആണ് അല്ലെ? ആ 56നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നൈട്രജന്റെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നൈട്രജന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുമ്പോൾ N2 ആണ് അല്ലെ? N2 എന്ന് പറയുമ്പോൾ ഒരു എണ്ണിന്റേത് എത്രയായിരുന്നു നമ്മൾ പിടിച്ചത്? 14. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 N ഉണ്ട് അല്ലെ? എത്ര വരിക? 14 × 2 അപ്പൊ 28 ആയിരിക്കും മോളിക്കുലാർ മാസ് വരിക അല്ലെ? 56നെ നൈട്രജന്റെ മോളിക്കുലാർ മാസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ 56നെ 28 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയായിരിക്കും ഇതിന്റെ ഉത്തരം വരിക. സോ 56 ഡിവൈഡ് ബൈ 28 എന്ന് പറയുമ്പോൾ 2 ഗ്രാം ആണ് വരിക. ഓക്കെ, അപ്പൊ ഗ്രാം മോളിക്കുലാർ മാസുകളുടെ എണ്ണം കാണാൻ വളരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല, തന്നിരിക്കുന്ന ഗ്രാമിനെ തന്നിരിക്കുന്നത് മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് അവിടെ ഓൾറെഡി 28 ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഇനി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇതിനു വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആദ്യത്തെ അറ്റോമിക് മാസ് പഠിച്ചത്. അറ്റോമിക് മാസ് പഠിക്കാത്ത ഒരാൾക്ക് മോളിക്കുലാർ മാസ് കണ്ടെത്താൻ സാധ്യമല്ല അല്ലെ? ഇപ്പൊ നൈട്രജൻ എന്ന് മാത്രം പറയുമ്പോൾ നമുക്കറിയാം 14 ആണ് അല്ലെ? അതിന്റെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. സോ 14 × 2 28. അങ്ങനെയാണ് ഇവിടെ 28 വരുന്നത്. ഇതെല്ലായ്പ്പോഴും തരണമെന്നില്ല. റെഡിയാണോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വെക്കാം. ഇഫ് ദ വോളിയം ഓഫ് ദി കാർബൺ ഡയോക്സൈഡ് അറ്റ് STP is 22.4 ലിറ്റർ അല്ലെ? കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോൾ അല്ലെ? STPയിൽ സ്ഥിതി ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡിന്റെ വ്യാപ്തം 22.4 ലിറ്റർ ആണെങ്കിൽ മോളുകളുടെ എണ്ണം എത്ര? മക്കളെ, ഇക്വേഷൻ പഠിച്ചു വെച്ചോളണം. നമ്പർ ഓഫ്
മോൾ ഈസ് ഈക്വൽ ടു STP യിലെ ഒരു ഒറ്റ ഇക്വേഷനെ നമുക്ക് പഠിക്കാനുള്ളൂ മക്കളെ. STP യിലെ ഏത് ചോദ്യം തന്നു കഴിഞ്ഞാലും നമുക്ക് ഒരൊറ്റ ഇക്വേഷൻ ഉള്ളൂ. അതാണ് നമ്പർ ഓഫ് മോൾ ഈസ് ഈക്വൽ ടു വോളിയം അറ്റ് STP ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. ഓക്കെ, ഇനി മലയാളത്തിൽ എന്ത് എഴുതാം? മോൾ സമം STP യിലെ വ്യാപ്തം ഡിവൈഡഡ് ബൈ 22.4. മക്കളെ, നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? നമ്പർ ഓഫ് മോൾ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലെ? ഇതാ അവിടെ നമ്പർ ഓഫ് മോളുകളുണ്ട്, മോളിന്റെ എണ്ണമാണ് കേട്ടോ. അപ്പോ ആദ്യം തന്നെ എന്ത് ചെയ്യണം? STP യിലെ വ്യാപ്തം എത്രയാണെന്ന് നോക്കണം. STP യിലെ വ്യാപ്തം നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, 22.4 ലിറ്റർ ആയിരിക്കും. ലിറ്റർ കണ്ടാൽ അത് വോളിയം ആണെന്ന് മനസ്സിലാക്കിക്കോണം കേട്ടോ. സോ 22.4 ഡിവൈഡഡ് ബൈ 22.4 അല്ലേ മക്കളെ? STP യിലെ വ്യാപ്തം അതല്ലെങ്കിൽ വോളിയം അറ്റ് STP നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. വോളിയം അറ്റ് STP is 22.4. അതിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ഇക്വേഷൻ നിർബന്ധമായിട്ടും മക്കൾ പഠിക്കുക. ഇംഗ്ലീഷുകാർ ഇത് പഠിക്കുക, മലയാളക്കാർ ഇത് പഠിക്കുക. ഓക്കെ, STP യുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു ചോദ്യം എഴുതി വന്നു കഴിഞ്ഞാലും നമുക്ക് ഒരൊറ്റ ഇക്വേഷനെ പഠിക്കാനുള്ളൂ എന്ന പരമാർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. സോ ആൻസർ ഈസ് 1 ആയിരിക്കും ആൻസർ വരിക. റെഡിയാണോ? അപ്പൊ ഇത്രയും കാര്യങ്ങളെ ഉള്ളൂ ഏതില്? രണ്ടാമത്തെ ചാപ്റ്ററിലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻസുകൾ എത്ര കിട്ടുന്നു അത്ര മാത്രം നമ്മൾ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. മനസ്സിലായല്ലോ മക്കളെ? അപ്പൊ വളരെ കൃത്യമായ സമയത്തിനുള്ളിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് രണ്ടാമത്തെ ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇതിലെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും വീണ്ടും വായിക്കുക. ഓക്കെ, വീണ്ടും വീണ്ടും പഠിക്കുക. ഓക്കെ, അപ്പോ ഇത്രയുമാണ് നമ്മളെ രണ്ടാമത്തെ ചാപ്റ്ററിനെ പറ്റി പറയാനുള്ളൂ. അപ്പോ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരിക്കും എല്ലാ കുട്ടികൾക്കും ഗുഡ് ബൈ.